കോഴിക്കോടത്തെ ഒരു വീക്കെൻഡ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഇട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് ഞാൻ അവിടെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് SM സ്ട്രീറ്റിലാണ്. കൊടുക്കത്ത് വെയിലായതുകൊണ്ട് SM സ്ട്രീറ്റിൽ അധികം നേരം തിരിഞ്ഞു കളിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ 2-3 ഷോപ്പിൽ കയറി ജസ്റ്റ് കളക്ഷൻസ് ഒക്കെ നോക്കി. നമ്മൾ നല്ല ചുരിദാർ സെറ്റാണ് കേട്ടോ നോക്കിയത്. നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ ഇവിടെ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് നേരെ ഹൈലൈറ്റ് മാളിലേക്ക് തന്നെ തിരിച്ചു. അപ്പോൾ അതാ നമ്മൾ ഹൈലൈറ്റിലെത്തിയപ്പോൾ പിന്നെ നെസ്റ്റോയിൽ കയറി ചെറിയൊരു പർച്ചേസ് നടത്തിയിട്ട് ഷോളൊക്കെ ഡിസ്കൗണ്ട് റേറ്റിന് കണ്ടപ്പോൾ കുറച്ച് അതും നോക്കി. അതുപോലെ കുറച്ച് ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ കഴിച്ച് വെയിലൊക്കെ മാറി പുറത്തിറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മളിതാ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു, ഫുഡും വാങ്ങിച്ചു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത പരിപാടികൾക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ലഞ്ചിന് നമ്മൾ കുറച്ച് നൂഡിൽസും ചിക്കൻ ഗ്രേവിയും കുറച്ച് സാലഡും കട്ട് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ വെസ്റ്റ് സൈഡിലാണ് കേട്ടോ കയറിയത്. ആദ്യം അവിടുന്ന് കളക്ഷൻസൊക്കെ നോക്കി. പിന്നെ നമ്മൾ സ്റ്റുഡിയോ ബാക്കി മാറ്റ്സിലും എല്ലായിടത്തും പോയി ജസ്റ്റ് ഡ്രസ്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ ഹൈലൈറ്റ് കുറച്ചായിട്ട് വന്നതാണ് ഈ യുവർ 3 poses ജസ്റ്റ് ഫോർ 100 rupees എന്നുള്ള സംഭവം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രിൻറ്റ് ചെയ്തിട്ട് ഇതാ അടിയിൽ 2 പീസ് പേപ്പറിലാണ് കേട്ടോ വരിക. ഇതിന് വെറും 100 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതും എടുത്തതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് വിശന്നപ്പോൾ ഒരു ഷേക്കും കുടിച്ചായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ വിട്ടത് കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ. കോഴിക്കോട് ബീച്ച് എന്തൊക്കെ പറഞ്ഞൊരു വൈബ് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ വൈകുന്നേരം അവിടെ പോയിരുന്നു, കുറേ നേരം സംസാരിച്ച് പിന്നെ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായി ഒന്ന് വിശന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും പോയത് കോച്ച് കഫേയിലാണ്. ഇത് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കഫേയാണ്. നല്ല ബീച്ച് വ്യൂ ഉള്ള ഒരു കഫേയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാതെ കരുതിയിട്ട് നമ്മൾ അവിടെയാണ് കേട്ടോ പോയത്. നമ്മൾ ചെറുതായിട്ടൊരു മൊയ്റ്റോ, ഒരു സാൻഡ്വിച്ചും ഒരു ക്യാപ്പച്ചിനോയാണ് കുടിച്ചത്. അത്ര റേറ്റിംഗ് ഉള്ള ഫുഡായിട്ട് എനിക്ക് ഇവിടുത്തെ തോന്നിയില്ല കേട്ടോ. പക്ഷെ നല്ല വ്യൂ ആണ്. പ്രത്യേകിച്ച് സൺസെറ്റിൻ്റെ ടൈമിൽ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ മേലെ പോയിട്ട് ഒരുപാട് നേരം നിന്നിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും നല്ല വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കഫേ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് നേരെ പോയത് SM സ്ട്രീറ്റിലോട്ടാണ്. രാവിലെ പോയപ്പോൾ ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിലായതുകൊണ്ട്. അപ്പോൾ ഇപ്പം നേരെ പോയി സമാധാനമായി ഷോപ്പ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പോയത് കോസിലാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഡ്രസ്സിന് റേറ്റ് വരിക. അപ്പോൾ നല്ല ചെറിയ റേറ്റിന് നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടും കേട്ടോ. കൂടുതലും ചെറിയ ടോപ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 2-3 ടോപ്പൊക്കെ എടുത്ത് പിന്നെ വീണ്ടും ബീച്ചിലോട്ട് പോയിട്ട് ഒരു ചായ കുടിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ കൂവൂർ റോഡിലുള്ള ഒരു ദോശ കടയിലാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ദോശ കിട്ടും. അപ്പോൾ നമ്മൾ നല്ല ചീസ് ദോശയാണ് കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ദോശയായിരുന്നേ, പറയാതിരിക്കാൻ വയ്യ. ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ചെറുതായി മഴ ചാരി തുടങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത കണ്ട കഫേയിൽ വീണ്ടും കയറിയിട്ടോ. എന്നിട്ട് നമ്മൾ ചെറുതായി അവിടെ നിന്ന് ഒരു ചിക്കൻ സൂപ്പാണ് കഴിച്ചത്. 2 പോർഷനാക്കി എടുത്തിട്ട് ചിക്കൻ സൂപ്പ് കഴിച്ചു. നല്ല രസമുള്ള ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ അത്യാവശ്യം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നിട്ട് നേരെ പോയത് NYC ബേക്കറിയിലോട്ടാണ് കേട്ടോ. ഒരുപാട് റീൽസ് കണ്ടിട്ടാണ് ഞാൻ ഇവിടുത്തെ ഡെസേർട്ട് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഹൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു ഡെസേർട്ടായിരുന്നു. ഞാനത് എടുത്ത് പറയും. നമ്മൾ
നമ്മളിതാ ഈ ഒരു കേക്കാണ് കേട്ടോ ഇവിടുന്ന് കഴിച്ചത്. ഇവിടുത്തെ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള അതുപോലെ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മളവിടെ വന്നത്. പക്ഷെ നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് നമ്മളവിടുന്ന് തിരിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ റീൽസൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള മൂഞ്ചലൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നോക്കി കണ്ടൊക്കെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് സ്പോട്ട് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. പക്ഷേ ഇത്തവണ നമുക്ക് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും നല്ല വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.